ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിലെ വെടിനിർത്തൽ, ഇറാൻ ആണവ ചർച്ചകൾ അടങ്ങിയ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തതായാണ് സൂചന. ട്രംപ് രണ്ടാമതും അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇരുവരും തമ്മിൽ നടത്തുന്ന 6ാമത്തെ കൂടിക്കാഴ്ചയാണിത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. 2025 തുടക്കത്തിൽ ട്രംപ് വീണ്ടും അധികാരം ഏറ്റെടുത്ത ശേഷം ഇരുവരും തമ്മിലുള്ള 6ാമത്തെ കൂടിക്കാഴ്ചയാണിത്. US മുന്നോട്ടുവച്ച ഗാസ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച. ഇറാൻ വിഷയവും ഇരുവരും ചർച്ച ചെയ്തു. 3 മണിക്കൂറോളമാണ് ഇരു നേതാക്കളും തമ്മിൽ സംസാരിച്ചത്. ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് ഹമാസ് പൂർണ്ണമായും ആയുധം താഴെവയ്ക്കണമെന്ന് നെതന്യാഹു ചർച്ചയിൽ ആവർത്തിച്ചു. ഗാസയിൽ ഒരു സാങ്കേതിക സമിതിയെയും ഭരണസമിതിയെ നിയമിക്കാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. നെതന്യാഹുവുമായുള്ള ചർച്ചകൾ മികച്ചതായിരുന്നു എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞത്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരണമെന്നും ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കരാറിൽ എത്താനാണ് ശ്രമമെന്നും അങ്ങനെയുണ്ടായില്ലെങ്കിൽ ഫലം എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിനെ കാണുന്നതിന് മുൻപായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും നെതന്യാഹു കണ്ടിരുന്നു. പശ്ചിമേഷ്യൻ സമാധാനത്തിനായുള്ള സമാധാന സമിതിയിൽ അംഗമായി അദ്ദേഹം ഒപ്പുവയ്ക്കുകയും ചെയ്തു. ചർച്ചകൾ വിജയകരമെന്നാണ് ഇരുപക്ഷവും അവകാശപ്പെടുന്നത്. എന്നാൽ സംയുക്ത പ്രസ്താവനയോ വാർത്താ സമ്മേളനമോ ഇരു നേതാക്കളും നടത്തിയില്ല. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.